ഹായ് ഓൾ, ഇന്ന് നമ്മൾ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. വെണ്ടക്ക തോരൻ ഒക്കെ പറയും. അപ്പം നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതായത് പോലെയല്ല, ചുമന്ന വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതാ അതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ഇതുപോലെ എല്ലാം നമ്മൾ കട്ടില്ലാതെ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. നമ്മളിവിടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഉണ്ട്, അതുപോലെ കറിവേപ്പില, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ നമ്മളെ പെരുംജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ട് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടത്, അതായത് ഉപ്പേരി വെക്കാൻ വേണ്ടത് കേട്ടോ. വെണ്ടക്ക ഉപ്പേരിയാണ്. അപ്പോൾ നമ്മൾ ചട്ടി ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് കത്തിക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചട്ടിയിലേക്ക്. ഇതാ ഇവിടെ ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതിന് എണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതാ അപ്പോൾ ഇവിടെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടോ. കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ കരിവേപ്പിൻ്റെ ഇട്ടു. അപ്പോൾ ആ കരിവേപ്പിൻ്റെ നല്ലോണം മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ അവിടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് ഒന്ന് മൂപ്പായി വന്നിട്ട് അതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ അവിടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി നല്ലൊരു പാത്രം വെച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മൾ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഇവിടെ നമ്മുടെ വെണ്ടക്ക തോരന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പച്ച കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ചുമന്ന വെണ്ടക്ക ഇപ്പോൾ പച്ച കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. വെണ്ടക്ക ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ വെച്ചാൽ എല്ലാവരും കഴിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക.